പ്രിയപ്പെട്ട പ്രേക്ഷകരെ, റിപ്പോർട്ടർ ഇംപാക്ട് കള്ളുഷാപ്പ് ലൈസൻസിനായി വ്യാജരേഖ സമർപ്പിച്ചെന്ന റിപ്പോർട്ടിൽ വാർത്തയിൽ നടപടികൾ ആരംഭിച്ചിരിക്കുന്നു എക്സൈസ് വകുപ്പ്. എക്സൈസ് കമ്മീഷണറോട് വിശദമായ റിപ്പോർട്ട് ആവശ്യപ്പെടുമെന്ന് മന്ത്രി എം ലിജു. കുറ്റക്കാർക്കെതിരെ കർശന നടപടി ഉണ്ടാകുമെന്നും മന്ത്രി വ്യക്തമാക്കി. വിഷയത്തിൽ റിപ്പോർട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. എക്സൈസ് കമ്മീഷണർ ഈ ഒരു മേഖലയിൽ ഉയർന്നു വന്നിട്ടുള്ള ആരോപണങ്ങളെക്കുറിച്ച് രേഖകൾ പരിശോധിച്ച് റിപ്പോർട്ട് തരികയും അതിൽ കുറ്റക്കാരായ പറഞ്ഞ കാര്യങ്ങൾ വസ്തുതാപരമാണ് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കുറ്റക്കാർക്കെതിരെ നടപടിയും ഉണ്ടാവും. വ്യാജരേഖ സമർപ്പിച്ചവരും അതിന് കൂട്ടുനിന്നവരുമൊക്കെ അന്വേഷണം കഴിയുമ്പോൾ അവർക്കെതിരെ എല്ലാം തന്നെ നടപടി ഉണ്ടാവും. സജു ദേവസ്യയുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. സജു ദേവസ്യ, റംഷ CP, നമ്മൾ പുറത്തുവിട്ട വാർത്തയിൽ ഇപ്പോൾ ഒരു ഇമ്പാക്റ്റ് ഉണ്ടായിരിക്കുകയാണ്. ഗൗരവത്തോടു കൂടിയാണ് കാര്യങ്ങളെ കാണുന്നതെന്നാണോ എക്സൈസ് വകുപ്പ് മന്ത്രി പറഞ്ഞിരിക്കുന്നത്? നടപടി ഉണ്ടാവുമോ? ഡോക്ടർ അരുൺകുമാർ, ഇക്കാര്യത്തിൽ എക്സൈസ് മന്ത്രിയും ഗൗരവത്തോടുകൂടി കാര്യങ്ങളെ സമീപിക്കുന്നു എന്ന ഉറപ്പാണ് നൽകുന്നത്. ഇക്കാര്യത്തിൽ വിശദമായ പരിശോധന ഉണ്ടാവും. എക്സൈസ് കമ്മീഷണറോട് റിപ്പോർട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. വ്യാജരേഖയടക്കം തയ്യാറാക്കി, അതായത് മരിച്ചുപോയ ആളുടെ ഒപ്പ് പോലും ഇട്ട് സമ്മതപത്രം തയ്യാറാക്കിയാണ് രേഖകൾ സമർപ്പിച്ചിരിക്കുന്നത്. എന്ന് വെച്ചാൽ വ്യാജരേഖയാണ് സമർപ്പിച്ചിരിക്കുന്നത്. അതുൾപ്പെടെ വളരെ എളുപ്പത്തിൽ കണ്ടെത്താൻ കഴിയും. പക്ഷെ അതിലും ഗൗരവമുള്ള പ്രശ്നം എന്ന് പറയുന്നത് കേരളത്തിൽ ചെത്തുന്ന കള്ള് അഥവാ ഉൽപ്പാദിപ്പിക്കുന്ന കള്ളും കള്ള് ഷാപ്പ് വഴി വിൽപ്പന നടത്തുന്ന കള്ളും തമ്മിൽ വലിയ അന്തരമുണ്ട്. ഇനി പുറത്തുനിന്ന് വരുന്നത് കൂടി ചേർക്കാം. പക്ഷെ അതിന്റെ ഗുണനിലവാരം പരിശോധിക്കുന്നുണ്ടോ? എത്ര കള്ള് കൃത്യമായി അളക്കപ്പെടുന്നുണ്ട്? അതിന്റെ ഗുണനിലവാരം എന്ത്? അതുമായി എത്ര അന്തരം വിൽപ്പന നടത്തുന്ന കള്ളിനുണ്ട് എന്നാണ് ഒരു പ്രധാനപ്പെട്ട ചോദ്യം. എത്ര മരങ്ങളിൽ ചെത്തുണ്ട് എന്നതൊക്കെ സംബന്ധിച്ച് കൃത്യമായ കണക്ക് റിപ്പോർട്ട് ഉണ്ടാക്കാൻ വളരെ എളുപ്പത്തിൽ എക്സൈസ് ഡിപ്പാർട്ട്മെന്റിന് കഴിയും എന്നാണ് പ്രധാനപ്പെട്ട കാര്യം. അതിലൊരു ഇച്ഛാശക്തിയോടുകൂടിയുള്ള അന്വേഷണം നടത്തിയാൽ ഈസിയായി ആ കാര്യം നടക്കും. മന്ത്രി അങ്ങനെ ഒരു ഉറപ്പ് പറയുന്നു. അതിന്റെ പ്രധാനപ്പെട്ട കാര്യം, ഗുണനിലവാരമില്ലാത്ത കള്ളാണ് കള്ള് ഷാപ്പുകൾ വഴി വിതരണം ചെയ്യുന്നതെങ്കിൽ അതിന്റെ ഒരു ഗുരുതരമായ പ്രത്യാഘാതം ഒന്ന് ആലോചിച്ച് നോക്കൂ. അതായത് സാധാരണക്കാരായ ആളുകൾ മാത്രമല്ല, ഇപ്പോൾ നല്ല ഭക്ഷണമൊക്കെ വിതരണം ചെയ്യുന്ന ഷാപ്പുകളുമുണ്ട്, അവിടെയും ആളുകൾ കയറാറുണ്ട്. അപ്പോൾ നിയമവിധേയമായാണ് കാര്യങ്ങൾ നടക്കുന്നത്, അതിന് ഗുണനിലവാരം ഉണ്ടാകും എന്ന് നമ്മൾ കരുതും. പക്ഷേ അങ്ങനെയല്ലാത്ത സാഹചര്യമാണെങ്കിൽ എത്ര വലിയ പ്രത്യാഘാതം അത് ഉണ്ടാക്കും, അത് കൺസ്യൂം ചെയ്യുന്ന ആളുകളിലേക്ക് ഉണ്ടാക്കും എന്ന കാര്യം വളരെ കൃത്യമായി തന്നെ നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ആ കാര്യത്തിലാണ്, അതായത് തെളിവുകൾ സഹിതം നമ്മൾ ഈ വിവരങ്ങൾ പുറത്തേക്ക് പ്രേക്ഷകരിലേക്ക് എത്തിച്ചിരിക്കുകയാണ്. അതിൽ ഗൗരവമായ പരിശോധന ഉണ്ടാകും എന്ന് എക്സൈസ് മന്ത്രി തന്നെ പറയുന്നു. അതങ്ങനെ തന്നെ നടക്കണം. നടന്നില്ലെങ്കിൽ ഒരു പ്രധാനപ്പെട്ട കാര്യം, ഇത് കൺസ്യൂം ചെയ്യുന്ന എത്ര ആയിരക്കണക്കിന് ആളുകൾ ഉണ്ടാകും, അവർ വ്യാജമായ കള്ളാണോ അല്ലെങ്കിൽ ഗുണനിലവാരമില്ലാത്ത കള്ളാണോ കുടിക്കുന്നത് അല്ലെങ്കിൽ ഉപയോഗിക്കുന്നത്, അത് എത്ര വലിയ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കും, എന്തെല്ലാം പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കും എന്ന് നമുക്ക് ആലോചിക്കാവുന്നതേ ഉള്ളൂ. അങ്ങനെ വരുമ്പോൾ ഇപ്പോൾ തന്നെ വ്യക്തമാണ്, കാര്യങ്ങൾ വ്യക്തമാണ്. വളരെ ഈസിയായി ഇത് കണ്ടുപിടിക്കാവുന്നതേ ഉള്ളൂ. കാരണം എത്ര അളക്കുന്നുണ്ട്, എത്ര സാധാരണഗതിയിൽ ഇവിടെ അളക്കപ്പെടേണ്ടത് എത്രയാണ്, അതിൽ പക്ഷേ വിൽപ്പന നടത്തുന്ന എത്രയാണെന്നതിന്റെ അളവ് വളരെ ഈസിയായി തന്നെ കണ്ടുപിടിക്കാവുന്നതേ ഉള്ളൂ കൃത്യമായ പരിശോധന നടത്തിയാൽ. അതിലേക്ക് ഈ കാര്യങ്ങൾ പോകണം. ഒപ്പം ഓരോ ഇടത്തും ഗുണനിലവാര പരിശോധന കൃത്യമായി ഉറപ്പാക്കുകയും വേണം. അല്ലാത്ത പക്ഷം വ്യാജ കള്ളുകൾ വിപണിയിലെത്തും നിയമവിരുദ്ധമായി. അത് എത്ര വലിയ ഗുരുതരമായ പ്രത്യാഘാതം ഉണ്ടാക്കും എന്ന കാര്യം ആലോചിച്ചാൽ ഇതിൽ വിശദമായ പരിശോധനയിലേക്ക് പോകണം. ഗൗരവ സ്വഭാവത്തിൽ തന്നെ അന്വേഷണം ഉണ്ടാകേണ്ടതും ആണ്. വിവിധ റേഞ്ചുകൾ കേന്ദ്രീകരിച്ചും നേരത്തെ നമ്മൾ അന്വേഷിച്ചപ്പോൾ അത് സംബന്ധിച്ച് നമ്മുടെ വാർത്ത പുറത്തു വന്നതിന് പിന്നാലെ അതിൽ ഈ വാർത്തയുടെ അടിസ്ഥാനത്തിൽ തന്നെ അന്വേഷണത്തിലേക്ക് പോകും എന്ന് ഉദ്യോഗസ്ഥർ പറഞ്ഞാണ്. ഇപ്പോൾ വകുപ്പ് മന്ത്രി കൂടി അങ്ങനെ ഒരു ഉറപ്പ് പറയുകയാണ്. ആ ഉറപ്പ് പാലിക്കപ്പെടണം. അല്ലാത്ത പക്ഷം വ്യാജൻ നിർവാദം ഒഴുകുന്ന സാഹചര്യം ഉണ്ടാകും. അപ്പോൾ എന്താണ് എന്ന് കൃത്യമായ അന്വേഷണത്തിലൂടെ തന്നെ പുറത്തു വരട്ടെ. ഓക്കെ, താങ്ക് യു. സജയാണ് വിവരങ്ങൾ നൽകിയത്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, അപ്പോൾ അതിലൊരു നടപടി ഉണ്ടാവും എന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്.